വാട്ട് ഇസ് ഫുഡ് ലേബലിംഗ്? ഫെമിലിയർ അല്ലാത്തൊരു ടോപ്പിക്കാണ് ഫുഡ് ലേബലിംഗ് എന്താന്ന് പറയുന്നത്. അതായത് ഒരു മാർക്കറ്റിൽ നമ്മളൊരു ഫുഡ് പാക്കറ്റ് ഇറക്കുമ്പോൾ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് ലേബലിംഗ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുഡ് ലേബലിംഗ് എന്താണെന്ന് അവർ ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട്. ഒരു ഫുഡ് ലേബലിംഗിൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നെയിം ഓഫ് ദ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെയിം ഓഫ് ദ ഫുഡ് പ്രൊഡക്റ്റ് മീൻസ് നമ്മളൊരു ഫുഡ് പ്രൊഡക്റ്റിന് കൊടുക്കുന്ന നെയിം ഇൻക്ലൂഡിംഗ് ദെയർ ബ്രാൻഡ്, അതാണ് ഇനീഷ്യലി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ്ലി, നമ്മൾ വെജിറ്റേറിയൻ സിമ്പിൾ ആൻഡ് നോൺ വെജിറ്റേറിയൻ സിമ്പിൾ നമ്മളൊരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിൽ അത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിമ്പിൾ ഈ രണ്ട് പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് അലർജൻസ് ആണ്. അലർജൻ റിക്വയർമെന്റ് FSSAI വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് അലർജൻസ്. ടോട്ടൽ 8 അലർജൻസിനെ കുറിച്ചാണ് FSSAI പറയുന്നത്. ക്രസ്റ്റേഷ്യൻസ്, സിറിയൽ പ്രൊഡക്ട്സ്, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള വീറ്റ് പ്രൊഡക്റ്റുകൾ, മിൽക്ക് പ്രൊഡക്ട്സ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അലർജൻ ഡിസ്ക്ലെയിമർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പാക്കറ്റിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പാരാമീറ്റർ ആണ്. അതുപോലെ കൂടാതെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രീസ്, നമ്മൾ മാനുഫാക്ചറേഴ്സിന്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് കോഡിംഗ് എന്ന് പറയുന്ന ടേം. ഡേറ്റ് കോഡിംഗ് മീൻസ് അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ്, മാനുഫാക്ചറിങ് ഡേറ്റ് എന്നാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരു പാക്കറ്റിൽ മെൻഷൻ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ആണ്.